93 നമ്മുടെ കല്യാണം ബോഡി മൊത്തം ചെക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് കയറ്റുന്നത്. പക്ഷേ എന്ന് ചോറും മീനും ഒക്കെ വേണ്ട ആളാണ് ഇപ്പോഴും. അത് തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ കട്ട് കിട്ടുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടിട്ടില്ലേ? പക്ഷെ ഞാനൊരു രസകരമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, അറബി വന്നിട്ട് ഒരു ഓട്സ് മൊബൈൽ കാറ് വന്നിട്ട് അറബിയിലാണ്. സൗദിയില് അറബികളാവുമ്പോ അവര് പിന്നെ സ്നേഹിക്കും. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനും നിസാർക്കായി മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്ക് ഏത്തപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. നിസാർക്ക് എൻ്റെ അടുത്ത് ഒരു കൊതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിൽ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മറ്റേത് പിള്ളേരൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും ഓരോ പഴം എടുത്ത് വെച്ചൊക്കെ കഴിക്കും. അപ്പം ഇതിനി വെച്ചിരുന്നാലും ഇരുന്ന് കറുത്തു പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിപ്പം കണ്ടിട്ട് നാടൻ ഏത്തപ്പഴമാണെന്നൊന്നും തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ നാടൻ ഏത്തപ്പഴം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാവോ? അറിയുന്നവരൊക്കെ ഒന്ന് പറയട്ടാ. ഇത് ഞാൻ അഗാറയുടെ സ്റ്റീമറിലാണ് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഒരു സ്റ്റീമറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് സ്റ്റീമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനിടയിൽ ഞാൻ ചായക്ക് ഇതാ വെക്കണം കേട്ടോ. ചായ ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇതാ കുറച്ച് വറുത്ത അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിനിയിപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ. അത് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി വെച്ച ശേഷം ഞാൻ നോക്കിയപ്പോഴേക്ക് പാല് തിളയ്ക്കാറായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് തേയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ഉള്ളപ്പം എന്നിട്ട് ആ മാവ് ഞാൻ എന്താ ഒന്ന് കുഴച്ചെടുക്കണേ. പിള്ളേരൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ കറികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഡെസേർട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? കാരണം നമുക്കത് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഒരുപാട് മധുര ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ റെഡിയാക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതായത് ഒന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണേ കേട്ടോ. വളരെ ചെറിയ ബോൾസാക്കിയാണ് ഞാനിത് ഉരുട്ടിയെടുക്കണത്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതെന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കണത്. ഇതാ കണ്ട, ഇത്രയും ബോൾസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ആ സമയം നോക്കുമ്പോഴേക്ക് ചായ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചായ അടിച്ചെണ്ണ എടുക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല കടുപ്പത്തിൽ അടിച്ച ചായ കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏത് തേയിലപ്പൊടിയാണ് ഇത്ര യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഞാൻ കമൻസിൽ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ സ്റ്റീമറിൽ പഴമെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ സ്റ്റീം ചെയ്ത് എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പം വളരെ എളുപ്പമാണ്, ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലുമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം പഴം എല്ലാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണത്. ഒരുപാട് പഴുത്ത പഴം നമ്മൾ ഇതിലേക്ക് എടുക്കരുത്. എന്നിട്ട് അതേ സ്റ്റീമറിൽ തന്നെ നമ്മൾ ഈ ബോൾസാക്കി എടുത്തില്ലേ അതും കൂടി ഒന്ന് ആവിയേറ്റി എടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഓൾറെഡി ഇത് വെന്ത മാവാണല്ലോ. അപ്പോഴേക്കും നിസാറിക്ക പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പേപ്പർ വായിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പം ഞാൻ ചായയായിട്ട് കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും നമ്മളുടെ വീഡിയോയിൽ പറയുമല്ലോ, ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്കും നിസാറിക്കക്ക് മാത്രമുള്ള കുറച്ച് ടൈമാണ് കേട്ടോ. അപ്പം എത്ര തിരക്കുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സമയം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണിച്ചപ്പോഴേ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിസാറിക്കയുടെ, ഞാൻ അതിൽ പറഞ്ഞില്ലായിരുന്നു നിസാറിക്കയുടെ കഥകൾ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ കുറേ പേര് നിസാറിക്കയുടെ സ്റ്റോറി വേണം, നിസാറിക്കയുടെ കഥകൾ വേണം, പിന്നെ നിസാറിക്ക ജോലി ചെയ്ത ആ ഒരു എന്താ എങ്ങനെ വന്നു അതൊക്കെ അവർക്ക് വേണം. പക്ഷെ വേറൊരു കാര്യം, നിസാറിക്ക പറഞ്ഞതനുസരിച്ച് എനിക്കറിയാലോ കുറേ കാര്യങ്ങൾ, പഠിച്ചു കഴിഞ്ഞ പഠിത്തം, പിന്നെ അങ്ങനെ കുറേ കാലഘട്ടം, അത് കഴിഞ്ഞ് ജോലിയിലേക്ക് വന്നത്. അങ്ങനെ ഞാനപ്പോൾ എപ്പോഴും പറയും ഒരു ആത്മകഥ എഴുതിക്കൂടെ. ശരിക്കും നല്ല വൃത്തി എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ ഇപ്പൊ ഉള്ളവരൊക്കെ ആത്മകഥ എഴുതുന്ന എങ്ങനെയാണ്, അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ആത്മകഥ എഴുതാൻ പറ്റില്ല കേട്ടോ. എല്ലാ ഗൾഫുകാര് എന്നുള്ളതല്ല, ആ ഒരു പശ്ചാത്തലം സത്യം പറയട്ടെ എല്ലാവർക്കും ഉണ്ടാവും. അവർക്ക് ജീവിതം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. പല പ്രതീക്ഷകൾ, സ്വപ്നഭൂമി എന്നൊക്കെ പറയത്തില്ലേ,
അതുപോലെ പോണ സ്ഥലങ്ങളിൽ പല അനുഭവങ്ങളാണ്. എനിക്കൊക്കെ ആ തുടക്കത്തിൽ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ആ ജീവിച്ച രീതിയായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീടൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിനുവേണ്ടിയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന എത്രയും പേരുണ്ട്. പക്ഷെ ഞാൻ അതിലൊരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ഞാൻ നീ പറഞ്ഞില്ലേ എന്നാ പ്രസവത്തിന് പോയപ്പോൾ അത് നമ്മുടെ ഇവിടെ കുറെ പേര് എൻ്റെ അടുത്ത് കമന്റ് ചെയ്ത്, കുറച്ച് പേര് കേട്ടോ, കുറെ പേരല്ല, കുറച്ച് പേര് ഇത് നിസാറിക്ക് ഒന്നും അങ്ങനെ ചെയ്തത് ശരിയായില്ല കേട്ടാ, ഈ തായ് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയത് ഒട്ടും ശരിയായില്ല. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അത് ശരിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ, അങ്ങനെ പറ്റത്തുള്ളൂ. അവിടെ ഉള്ള സാഹചര്യം വെച്ച് കാണുന്നതാണ്. പക്ഷെ ഒരു 10-30 വർഷം മുമ്പൊക്കെ ഉള്ളവരെടുക്കുവാണ്. നമ്മൾ സൽമാന്റെ പ്രസവത്തിനും അവിടെയാണ്. അവിടത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ മറ്റേ ട്രീറ്റ്മെന്റ് ഒക്കെ ഫ്രീ ആണ്. പക്ഷെ ഒറ്റ കാര്യം, നമുക്ക് ഓരോ ഏരിയയിലും ഒരു ക്ലിനിക് ഉണ്ട്, ഏരിയ ക്ലിനിക് എന്ന് പറയും. നമ്മൾ എവിടെ താമസിക്കുന്ന ചുറ്റുപാട് ഒരു ക്ലിനിക് ഉണ്ട്. ആ ക്ലിനിക്കിൽ നമുക്ക് തുടക്കം മുതൽ കാണിക്കാൻ ഫ്രീ ആണ്, മെഡിസിൻ ഫ്രീ ആണ്, എല്ലാം ആണ്. പക്ഷേ ഈ എന്തെങ്കിലും സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്ന പോലെ അവിടെ റെഫർ ചെയ്യും. അങ്ങനെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യുന്നതാണ്. സമിക്ക് ഇത് തുടക്കത്തിൽ എന്തോ വ്യത്യാസം എന്തോ പറഞ്ഞിട്ട് അവർ റെഫറൽ തന്നത് എവിടെയാണ്? മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ കിട്ടിയത് നല്ലൊരു കാശ്മീരി ഡോക്ടറായിരുന്നല്ലേ, മെഹത്താബ്. എന്റെ ആ ഒരു സമയത്തൊക്കെ അവിടെയുള്ള നമ്മളുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 93-94 അല്ലേ? 94. അതെ, 93 നമ്മുടെ കല്യാണം. അത് കഴിഞ്ഞ ഡിസംബറിൽ പോയില്ലേ? പോയിട്ട് നമ്മള് ജനുവരി 94 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ അഡ്മിറ്റ് ആയത്. അപ്പൊ അവിടെയൊക്കെ വെച്ചിട്ട് വെച്ചാൽ ഇവിടെ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കാറ് പോയാലും കുഴപ്പമില്ല, വോയിസ് കിട്ടും. അപ്പൊ അവിടെ മറ്റേ ഹോസ്പിറ്റലിൽ കയറണമെങ്കിൽ വിസിറ്റിംഗ് ടൈം ഉണ്ട്, വൈകുന്നേരമേ ഉള്ളൂ. ആ വൈകുന്നേരം കയറണമെങ്കിൽ നമ്മളിവിടെ എയർപോർട്ടിൽ പോണ പോലെ ബോഡി മൊത്തം ചെക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് കയറ്റുന്നത്. പക്ഷെ ഞാനൊരു രസകരമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, സമിക്ക് പ്രസവത്തിന്റെ ആ സമയത്താണ് അഡ്മിറ്റ് ചെയ്തത്. പക്ഷെ അവിടെ നമുക്ക് ഫുഡൊന്നും വെളിയിൽ നിന്ന് കൊണ്ടുപോകാനേ പറ്റുന്നില്ല. പ്രസവം അടുത്തല്ല അഡ്മിറ്റ് ചെയ്തത്, അതിനിടയിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്ക് അവർ പറഞ്ഞു എനിക്ക് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ഒന്നാമത് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ തന്നെ ആദ്യമായിട്ട് പോണ ഒരാള്, എൻ്റെ അന്നത്തെ വയസ്സ് ചെറുപ്പം. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടാ. അവര് ഭയങ്കര നല്ല ട്രീറ്റ്മെന്റും ആഹാരമൊക്കെ, പക്ഷെ ഇവർക്ക് എന്ന് ചോറും മീനും ഒക്കെ വേണ്ട ആളാണ്. ഇപ്പോഴും അത് തന്നെ. പക്ഷെ അന്ന് മീൻ പൊരിച്ചു തിന്ന ഭയങ്കര കൊതിയെന്ന് പറഞ്ഞിട്ട് അവിടെ കപ്സ് ആണ് തരുന്നത്. എന്നെ കൊണ്ട് ഈ ചെന്നുടൻ ഈ കപ്സ് അതൊന്നും എനിക്ക് അങ്ങോട്ട് പരിചയമായി വന്നിട്ടുമില്ല, എനിക്ക് അതൊന്നും കഴിക്കാനും കഴിയുന്നില്ല. അപ്പൊ അന്ന് ഞാൻ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി മീൻ പൊരിച്ച് ഒരു അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് പോക്കറ്റിൽ വെച്ചിട്ട്, സത്യം മീന് നിസാറിക്ക് പൊതിഞ്ഞ് ഒരു കഷ്ണം മീൻ കേട്ടാ അതിനെ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് പോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ പറഞ്ഞ് സെപ്പറേറ്റ് റൂമാണല്ലോ, സമയം ആരും കണ്ടില്ല കേട്ടാ ഇന്ന് ഞാൻ പേടിച്ചാണ് നിന്നത്. കാരണം സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവില്ല, ഉണ്ടാകുമ്പോ പൊരിച്ച മീനെങ്ങാനും എടുത്തു കഴിഞ്ഞാല്. അപ്പൊ സാർക്ക് പറഞ്ഞ് അവിടെ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ വന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും, എന്തെങ്കിലും ആവശ്യമുണ്ടോ, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടോന്നൊക്കെ ചോദിക്കുവേ. അപ്പൊ ഞാൻ പറയാം ഒന്നുമില്ലാന്ന് പറയും. അപ്പൊ എൻ്റെ അടുത്ത് പെട്ടെന്ന് അപ്പൊ കൊണ്ടുവന്ന കപ്സ ഉണ്ടല്ലോ അതും കൂട്ടി കഴിക്കാനാണ്. അപ്പോഴേക്കും ഞാൻ കഴിക്കാതെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു. സാറിക്ക് പറഞ്ഞു നീ പെട്ടെന്ന് എടുത്ത് കഴിക്കട്ടെ, അവരിപ്പോ വരും. പാവം കേട്ടോ, സാറിക്ക് ഡോറിന്റെ അവിടെ നിന്ന് നോക്കണുണ്ട് അവര് വരണമെന്ന്. ഞാൻ പെട്ടെന്ന് ഈ പൊരിച്ച മീനും ഇതും കൂടെ കഴിച്ചേ. പക്ഷെ നിസാറിക്ക പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ സിസ്റ്റർ വന്നല്ല, എന്തോ ഫിഷിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി രുചി. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ കട്ട് കിട്ടുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഒന്നും കേട്ടിട്ടില്ലേ. ഇതൊന്നും സ്റ്റോറിയല്ല, ഇതൊക്കെ ഒരു എന്താ പറയാ റിയാലിറ്റിയാണ്. പക്ഷെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ആത്മകഥ എഴുതിയാൽ സക്സസ് ആവത്തുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മൾ റിസ്ക് എടുക്കണം ജീവിതത്തിൽ. ഞാൻ ഏറ്റവും വലിയ റിസ്ക് എടുത്തത് ഞാൻ PNGയിൽ JE ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഗൾഫിൽ പോകാനുള്ള ചാൻസ് കിട്ടിയത്. പിന്നെ ബ്രദറാണ് കൊണ്ടുപോയത്. പോയപ്പോഴത്തേക്ക് എന്താണ് സംഭവം, 1.5 വർഷത്തെ ചെയ്തില്ല, ഒന്ന് ലീവ് എടുത്ത് പോയതാണ്. അവസാനം നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് കളയും, അല്ലെങ്കിൽ നമ്മളത് നോട്ടീസ് കൊടുക്കണം. എന്തായാലും അവിടെ പോയി
അതങ്ങ് റിസൈൻ ചെയ്തു. പക്ഷെ പിന്നെ നമ്മൾ ഒരു ചാൻസ് എന്ന് വെച്ചാൽ തിരിച്ചു വരിക, അങ്ങോട്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അറിയാം ഒരു മാജിക് ലോകമാണ്, അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പോയി. പക്ഷെ അന്ന് വലിയ പ്രതീക്ഷകളൊക്കെ പോയതാണ്. പോയിട്ട് എന്ത് സംഭവിച്ചു? അവിടെ പോയി ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ കൂടെയാണ് പോയത്. നമ്മളൊരു കൺസ്ട്രക്ഷൻ ടീം പോലെയാണ് പോയത്. അവിടെ പോയിട്ട് പോയ സ്ഥലം ഒരു ഗ്രാമം. അത് ഒന്നാമത്തെ സംഭവം. ഇതൊക്കെ മനസ്സിൽ ഭയങ്കര, അപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർ എന്തുകൊണ്ട് ഒരു ജോലിക്കൊക്കെ പോയിട്ട് നിൽക്കാത്ത എന്താണെന്നറിയാം, അവർക്ക് ബുദ്ധിമുട്ടുകളില്ല. നമുക്ക് ആ സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിടിച്ച് നിൽക്കും. പക്ഷേ അതിൽ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട ആളാണ് എഞ്ചിനീയറാണ് അവിടെ വേണ്ടിയിരുന്നത്. എനിക്ക് ലൈസൻസ് അറിയാം, ഞാൻ വളയം പോലും പിടിച്ചിട്ടില്ല. അവസാനം അവിടെ പോയി എൻ്റെ ബ്രദർ കുറച്ച് കാലം വണ്ടിയൊക്കെ ഓടിപ്പിച്ച് പഠിപ്പിച്ചൊക്കെ തന്നെങ്കിലും എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ, ലൈസൻസും ഇല്ല. ഒരു ദിവസം സുപ്രഭാതത്തിൽ അറബി വന്നിട്ട് ഒരു ഓട്സ്മൊബൈൽ കാറ് തന്നിട്ട് ഒരു 10-70 കിലോമീറ്റർ ദൂരം പോകണം ആ വർക്ക് സൈറ്റിലേക്ക് പോകാൻ. വണ്ടി തന്നു. ഞാനിവിടെ ഓടിക്കാൻ, ഞാൻ വണ്ടി ഒന്നാമത് തൊട്ടടുത്ത് അറബി ഇരിക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു. ഞാൻ കുറച്ചൊന്ന് ഒരു തിരിവ് വരുമ്പോൾ ഒരു തിരിക്കും, വണ്ടി അങ്ങോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അത് നേരെയാക്കാൻ വേണ്ടി തിരിച്ച് ഇങ്ങോട്ട് പിടിക്കും. അവസാനം ആകെ പ്രശ്നമായി. അറബി എന്നെ കുറേ ചീത്ത ആയിരിക്കണം, അറബിയിലാണ്. അറബികളാവുമ്പോൾ അവര് പിന്നെ സ്നേഹിക്കും. പക്ഷെ അയാൾ കുറേ ഇതൊക്കെ പറഞ്ഞു. അവസാനം അയാളെ എന്നെ പിടിച്ച് ഇറക്കിയിട്ട് അയാളിരുന്ന്, അതൊക്കെ ഞാൻ മറക്കൂല. ആരെച്ചാൽ ഈ ചില സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അങ്ങനത്തെ രംഗങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം, ഗൾഫ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ വയ്യാത്ത ഒരു സംഭവമുണ്ട്. നീ ഓർക്കുന്നുണ്ടോ? ഏതെന്നറിയോ? നമ്മളൊരു പ്രാവശ്യം ഉംറയ്ക്ക് പോയത്. ജീവിതത്തിൽ ഏതൊരു സംഭവത്തിൽ പറഞ്ഞിട്ട് ജീവിതത്തിൽ മറക്കൂല. ഏതെങ്കിലും പടച്ചോൻ നേരിട്ട് ഒരാൾ വഴി നമുക്കൊരു സഹായം എത്തിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവമാണ്. എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾക്ക് അതുപോലെ. പക്ഷെ ഇത് ഞാൻ മറക്കത്തേ ഇല്ല. ഇത് എനിക്ക് നമ്മളെ പടച്ചവനെ ഓർത്തു പോകുന്ന വെച്ചാൽ നമ്മൾ പറയില്ല, വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് പറയത്തില്ല. ആ വിളി കേൾക്കുന്ന ഒരു സന്ദർഭമാണത്. എന്ന് ഓർക്കുന്നുണ്ട് നീ? ഏതായാലും നമ്മൾ ഇനി വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നീണ്ടു ഞാൻ അടുത്ത എപ്പിസോഡിൽ. അത് ഈ ചിലരിങ്ങനെ പറയുന്ന മാതിരി ആ സസ്പെൻസിൽ കൊണ്ടുവന്ന് ഇല്ല, അത് കുറച്ച് വലുതായിപ്പം. അതായത് അത് കേൾക്കണമെങ്കിൽ അതുപോലെ ഇരുന്ന് പറയണം. ഇതിനു മുമ്പ് പറഞ്ഞ പഴയ 5-6 വർഷം നമ്മൾ ഈ അതെ 5-6 വർഷം മുൻപ് പിള്ളേര് എത്ര ചെറുതല്ല ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു സ്റ്റോറി നമ്മുടെ പഴയ വീട്ടിലിരുന്ന് നമ്മളെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലിപ്പം ആ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. അപ്പൊ പിന്നെ നമുക്കിത് വേണോ വേണ്ടയോ അടുത്തതിൽ തീരുമാനിക്കല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതാ നമ്മുടെ പഴമൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് തോലൊക്കെ മാറ്റിയിട്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾക്ക് ഈ റംദാൻ വരുന്നതിന് മുന്നോടിയായിട്ട് കുറേ ഇതുപോലെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇതാ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ പല രീതിയിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഇതാ നമ്മളുടെ ഈ ബോൾസും സ്റ്റീം ആയി വന്നിട്ടുണ്ട്. ഇത് ഒരുമിച്ച് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഇൻഡസ് വാലിയുടെ പാനാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ സലു 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് തന്നെ ഞാനിപ്പം ഇത് നെയ്യിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ആദ്യമേ ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം നെയ്യ് എന്തായാലും എടുക്കണമല്ലോ. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മുൻപ് ഏത്തപ്പഴം വരട്ടി ഫ്രീസറിൽ വെച്ചിരുന്നത്. ഇങ്ങനെയാണ് ഞാൻ ആവശ്യാനുസരണം എടുക്കുന്നത്. ഇപ്പം എടുത്തെടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ കുറച്ച് ഏത്തപ്പഴം വരട്ടിയത് ഇതിലേക്ക് ഇടുന്നു. ഇട്ട് കഴിയുമ്പോഴേക്ക് തന്നെ അത് ആ ചൂട് കൊണ്ട് അത് മെൽറ്റായി വന്നോളും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം ഇതിലേക്ക് എടുക്കുമ്പോഴേക്ക് വളരെ കുറച്ചെടുത്താൽ മതി. ഓൾറെഡി ഈ ഏത്തപ്പഴം നല്ല ശർക്കരയൊക്കെ ഇട്ട് നല്ല വരട്ടി എടുത്ത ഏത്തപ്പഴമല്ലേ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കണമെന്ന്. എന്നിട്ട് നമ്മളുടെ ഈ ബോൾസും ഈ പുഴുങ്ങിയ ഏത്തപ്പഴം ഉണ്ടല്ലോ ആവിയേറ്റിയത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പം വലിയ പണികളൊന്നും ഇതിലേക്ക് ചെയ്യാനായിട്ടില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഗസ്റ്റൊക്കെ വരാണെങ്കിൽ ഏത്തപ്പഴം വീട്ടിലുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ ആ വർത്തമാനം പറയുന്ന നേരം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളുടെ മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ. നമുക്ക് എത്രയാണോ ആ ഒരു ലൂസ് വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. ചെറിയ ഒരു എന്ത് പറയാൻ, ഒരു ബ്രൗൺ കളറിലേക്ക് ഇത് വരും. അങ്ങനെ വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ചേർത്ത ഇതല്ലേ, നമ്മുടെ ഏത്തപ്പഴം വരട്ടിയതല്ലേ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ല ഒരു മണം വരുന്നത് കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇളക്കിയെടുക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ ചൂടോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടോടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇപ്പം ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മൾ ഏത്തപ്പഴവും ഉണ്ട്, അരിമാവും വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ കുറുക്കെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് അധികം അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുന്നത് നിസാർക്കായ ഉദ്ദേശിച്ചാണ് കേട്ടോ. നിസാർക്കാക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എന്ത് കഴിച്ചാലും കുറച്ച് കൂടുതൽ കിട്ടുന്നതാണ് താല്പര്യം. നിസാർക്കാക്ക് ഇത് ഭയങ്കര പ്രിയമാണ് കേട്ടോ. നമ്മുടെ സൽമാന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സൽമാൻ ഈ ടൈപ്പിലുള്ളതല്ല ഇഷ്ടം. ഇതിപ്പോൾ ഈ കളറിൽ ഇരിക്കണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത്തപ്പഴം വരട്ടിയതും കൂടി ഇതിലേക്ക് ചേർത്തില്ലേ, അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് മതി. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കഴിച്ചിട്ട് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നിസാർക്ക പറയട്ടെ എങ്ങനെയുണ്ട്. പക്ഷേ ഈ കളർ വ്യത്യാസം വന്നത് ചെറിയൊരു ക്രീമി. അതാണ് ഞാൻ പറഞ്ഞത്, ഏത്തപ്പഴം വരട്ടിയതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി മധുരം എന്ന് പറയത്തില്ലേ, നല്ല ഇരട്ടി മധുരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ടേസ്റ്റാണ്. ശരിക്ക് എന്തു പറയാൻ, ശരിക്കുള്ള നമ്മുടെ ഏത്തപ്പഴം പായസം എന്ന് പറയാം. പറയാൻ പറ്റില്ല, പായസം തന്നെ. പണ്ട് നമ്മുടെ വീട്ടിലെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ, ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പഴത്തിൻ്റെ ഈ സ്റ്റൂ ഉണ്ടാക്കും. ഇതല്ല, ഇങ്ങനെയല്ല. എന്നിട്ട് ഇടിയപ്പവും പഴവും കൂട്ടി ആ സ്റ്റൂവും കൂട്ടി കഴിക്കുക. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം മധുരമുള്ള കറികളോട്, പണ്ട് എനിക്ക് മധുരമുള്ള കറികൾ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇപ്പം എന്തോ കുറച്ച് നാളായിട്ട് മധുരമുള്ള കറികളോട് വലിയ പ്രിയമൊന്നുമില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സ്വകാര്യമായ ഒരു ബർത്ത്ഡേയും കൂടി ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഒരു ബർത്ത്ഡേ കഴിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വയസ്സ് കൂടുക എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ സന്തോഷിക്കല്ല വേണ്ട അല്ലേ? ഒരു വയസ്സ് പോയില്ലേ, നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഇതാണ്. അല്ലാതെ വയസ്സിലല്ല കാര്യം. ചെറുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലാണ് അത് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും പടച്ചോൻ സഹായിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കേട്ടാ. ഞാൻ അങ്ങനെ അല്ലാതെ അയ്യോ എൻ്റെ വയസ്സ് കൂടി, ഞാൻ പ്രായമായി, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും എനിക്കെപ്പോഴും തോന്നും കേട്ടാ, എൻ്റെ പിള്ളേരെക്കാളും ഇളയതാണ് ഞാനെന്നുള്ള ഭാവമാണ് എനിക്ക്. ഇത് കേൾക്കണം കുറച്ച് പേർക്കെങ്കിലും എൻ്റെ അടുത്തൊരു ഇത് തോന്നായിക്കില്ല. പക്ഷെ അതാണ് എൻ്റെ ഒരു മനസ്സ്. നിസാർക്ക പറയട്ടെ, നിന്റെ ഈ സ്വഭാവമാണ് ആൾക്കാര് വേർപ്പിക്കുന്നത്. ഏത് സ്വഭാവം? ഉള്ളത് പറയുന്നതാ. അപ്പൊ ഉള്ളത് പറയാൻ പാടില്ല. ആൾക്കാര് പറയുന്നത് പിന്നെ വെട്ടി തുറന്ന് മുഖത്ത് വെട്ടി തുറന്ന് ഒരിക്കലും പറയില്ല. ഏത് കാര്യം, നല്ല കാര്യം ചീത്ത കാര്യം, ഒരു അതൊരു കാപട്യമല്ലേ? നമുക്ക് കാര്യങ്ങൾ നമ്മൾ പറയണം. സത്യങ്ങളിൽ എപ്പോഴും മുഖം വികൃതമായിരിക്കും എന്ന് പറയത്തില്ലേ? നമ്മളെപ്പോഴും സംസാരിക്കുമ്പം മറ്റുള്ളവരെ സൗകര്യം നോക്കി അവരെ സന്തോഷിപ്പിക്കുക എന്നല്ല, നമ്മൾ ചില അസത്യങ്ങൾ ചെറുതായിട്ടൊക്കെ പോളിഷ് ചെയ്ത് അങ്ങ് പറഞ്ഞു തീർക്കണം. അങ്ങനെയാണ് ഈ ആൾക്കാർ കൂടുതൽ സൗഹൃദം വയ്ക്കത്തില്ലേ. പലർക്കും രണ്ട് മുഖം എന്ന് പറയത്തില്ലേ, അതാണ് ടു ഫേസ്. പക്ഷേ നമ്മളെ കാണുമ്പോൾ ചിരിച്ചും അങ്ങോട്ട് മാറുമ്പോൾ വേറെ രീതിയിൽ. നിന്റെ സ്വഭാവം നീ എല്ലായിടത്തും എന്ത് കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി അടിച്ച് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നതറിയാം? ശത്രുക്കൾ കൂടും. ശത്രുക്കൾ കൂടും. സത്യമാണ്, എല്ലാവർക്കും സത്യമാണെന്നുള്ള. പക്ഷേ ഒരു കാലം അതാണ്, അസത്യത്തിന് കൂടെ. ഇപ്പൊ നമ്മളെന്ത് ചെയ്യുന്ന, കള്ളം പറയണമെന്നല്ല,
അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു പോളിഷ് ചെയ്ത് എവിടെയും തൊടാത്ത രീതിയിൽ അവർ എന്തോ പണ്ട് നിസാർക്ക് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങള്. പക്ഷെ എനിക്കെന്തോ അത് എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കറിയാം ഞാൻ അങ്ങനെ ഇരട്ട മുഖമുള്ള ഒരു വ്യക്തിയല്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പറയും. പിന്നെ എനിക്ക് കള്ളം പറയുന്ന സ്വഭാവം അത് എനിക്കില്ല. എനിക്ക് ആ കള്ളം പറയുന്നതിനോട് ഒട്ടും താല്പര്യവും ഇല്ല. എപ്പോഴും അത് നിസാർക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും നന്നായിട്ട് അറിയാം. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എന്ത് പറയുന്നു? പക്ഷെ അങ്ങനത്തെ ഇപ്പോഴത്തെ കാലം അതല്ല സമയം. എല്ലാവരും ആൾക്കാരിപ്പം കൂടുതൽ നിൽക്കുന്നത് മറ്റവരോട്. പക്ഷെ അവര് കാണുമ്പോൾ നല്ല പോളിഷ് ചെയ്ത് വർത്താനം പറയും, അവരെല്ലാം സത്യം ചെയ്യും, വേറെ എന്ത് വേണമെങ്കിലും ചെയ്യും, ആൾക്കാരുടെ മുമ്പിൽ എന്ത് കള്ളസത്യവും ചെയ്യും. പക്ഷേ കള്ളസത്യം പടച്ചവൻ ഒരിക്കൽ പിടിക്കപ്പെടും കള്ളസത്യം ചെയ്ത്. ശരിയാണ്, അവരെ മനസ്സിൽ തന്നെ അത് കുത്തായിട്ട് കിടക്കും. ഒരാളടുത്ത് ഒരു കള്ളസത്യം ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ കിടക്കും. അതൊരു പോറലാണ്. അതൊരിക്കലും നമ്മളേക്കും തൗബ ചെയ്താൽ മടങ്ങും. മറ്റത് നമ്മൾ ജീവിച്ചിരിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് തെറ്റായിപ്പോയെന്ന് പറയുമ്പോൾ മാത്രമേ അത് അതിൽ നിന്ന് മാറത്തുള്ളൂ. അല്ലാതെ കള്ളസത്യം തൽക്കാലം വിജയം ഉണ്ടാകും. കള്ളസത്യം ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞാലോ താൽക്കാലിക വിജയം കിട്ടും. പക്ഷേ അന്തിമ വിജയം എപ്പോഴും സത്യത്തിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരിക്കലും നമ്മള് പറ്റവന്റെ കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റുന്നില്ല. താൽക്കാലിക വിജയത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കാം, താൽക്കാലം ആൾക്കാരെ മുമ്പിൽ ജയിക്കാം. പക്ഷെ ആൾക്കാർ പടച്ചോന്നൊരു വ്യക്തിയുണ്ട്, അത് ഒരു ശക്തിയുണ്ട്, അതെല്ലാം തിരിച്ചറിയും. എന്നെങ്കിലും ഒരു സത്യം തിരിച്ചറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില സമയങ്ങളിൽ പറയുമ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഞാൻ ഇതിനിടയിൽ വന്നിട്ട് കുറച്ച് മാവ് ഒന്ന് കുഴച്ചെടുത്തു. അപ്പം അതൊന്നൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് പിന്നെ അതും കൂടി കാണിച്ച് നിങ്ങളെ ഇനി ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം കേട്ടോ. ശരിക്കും എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ടേ, ഈ അരിമാവ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണോ അതേ വാങ്ങിക്കുന്നതാണോ എന്നൊക്കെ. അപ്പം ഞാൻ ഈ പത്തിരിപ്പൊടിയൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വ്ളോഗ് പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ നിസാർക്കയും കൂടി സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും കേട്ടോ. കാരണം നമ്മളെപ്പോഴും എന്ത് പറയാൻ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഉള്ളതുപോലെ പറയുന്ന ആൾക്കാരാണോ അതേ പോളിഷ്ഡായിട്ട് സംസാരിക്കുന്നവരാണ്? ശരിക്കും നിസാർക്ക പറഞ്ഞതാണ് ശരി കേട്ടാ. ഈ പോളിഷ്ഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാത്തവരെ അടുത്ത് ഒരു ദേഷ്യം, വെറുപ്പ്, പക ഇങ്ങനെയൊക്കെ പലരും കാണിക്കും. അപ്പം നിസാർക്ക കുറച്ച് ചിക്കൻ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അത് കറിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരിഞ്ചീരകമൊക്കെ ഇട്ട ശേഷം നമ്മൾ സവാള അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാനേ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി എത്ര കറി ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമാകുമ്പോൾ ഇതൊക്കെ അധികം തന്നെയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്ക് എരിവിൻ്റെ പാകത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഇടുമ്പോഴാണ് കറികൾക്ക് നല്ല മണവും രുചിയും ടേസ്റ്റൊക്കെ ഉണ്ടാവണത് കേട്ടോ. അപ്പം ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, പിന്നെ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഈ പൊടികളൊക്കെ ഈ വെയിൽ വരുന്ന സമയമാകുമ്പോഴേക്ക് ഉണക്കി വെക്കുകയാണ് ചെയ്യണത്. നിങ്ങളെല്ലാവരും ജോലിയൊക്കെ ഒതുക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ചിക്കൻ കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിലിനി പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ടല്ല നമ്മളിത് റെഡിയാക്കി എടുക്കണത്, അല്ലാതെ ഇതിൽ നിന്ന് തന്നെ ചാറൂറി വരും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഓരോരുത്തരുടെ സ്വഭാവത്തിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പം അതിൽ യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം കേട്ടോ. ഇപ്പം നിസാർക്ക പറഞ്ഞ മാതിരി ഇങ്ങനെ നമ്മൾ ഒരാളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വെട്ടി തുറന്ന് സംസാരിക്കുന്നതാണോ ഇഷ്ടം, അത് തെറ്റാണോ എന്നൊക്കെയുള്ള കാര്യം പറയണം കേട്ടോ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവ രീതികളാണ്. ചിലർക്ക് ഞാൻ നേരത്തെ എടുത്തെടുത്തത് പറയണത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നതുകൊണ്ടാണ്. പോളിഷ്ഡായിട്ട് സംസാരിച്ച് ആൾക്കാരെ കയ്യിലെടുക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ
ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത്. പിന്നെ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം കേട്ടോ. അടുത്ത നല്ല റെസിപ്പിയായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.